Hi again, welcome back. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഗ്രിൽഡ് ചിക്കൻ തയ്യാറാക്കി എടുത്താലോ. പെരി പെരി അൽഫാം ആണ് ട്ടോ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് പെരി പെരി അൽഫാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രക്കും ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നല്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കാം. പുറത്തൊന്നും പോയി കഴിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. വലിയ പീസായിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എൻ്റെ ഇത് 2 പീസ് മാത്രമേ ഉള്ളൂ, അത്യാവശ്യം വലുപ്പമുള്ളത്. ബാക്കിയൊക്കെ ചെറിയ പീസായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ തൊലിയോട് കൂടെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് ഏകദേശം ഒരു 1 കിലോയിൽ കൂടുതലായിട്ട് വരും കേട്ടോ. ഇത് നമുക്ക് നല്ല ഇറച്ചിയുള്ള പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ ഈ ലെഗ് പീസ് രണ്ടും നല്ല ഇറച്ചിയുള്ള ടൈപ്പാണ്. അപ്പോൾ അത് രണ്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നമുക്ക് ഗ്രില്ല് ചെയ്യുമ്പോഴൊക്കെ എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ പരത്തിയെടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ കത്തി വെച്ചിട്ട് വരഞ്ഞു കൊടുക്കുക കേട്ടോ. ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക, ഉള്ളിലേക്കൊക്കെ മസാല എത്തിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നന്നായിട്ട് വരഞ്ഞെടുക്കുക. പിന്നെ ഇത് കഴുകിയതിന് ശേഷം നന്നായിട്ട് തന്നെ വെള്ളം വാർത്തിട്ട് വേണം കേട്ടോ നമുക്ക് മസാല പുരട്ടി വെക്കാനായിട്ട്. മസാല പുരട്ടി കുറച്ച് സമയം വെക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ വാർന്നതിന് ശേഷം വേണം ഇതെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മസാല പൗഡർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് പച്ചമല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് കുരുമുളകാണ് എടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്കൊരു 3 വറ്റൽമുളക് എടുക്കുക. അപ്പോൾ ഇത് ചെറുതായതുകൊണ്ട് ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ പീസ് പട്ട ചേർത്ത് കൊടുക്കുക. പിന്നെ 4-5 ഗ്രാമ്പൂ, അതുപോലെ തന്നെ ഒരു 3 ഏലക്ക കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചൂടാക്കിയെടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് തണുത്ത ശേഷം നമുക്ക് നന്നായിട്ട് തണുക്കൊന്നും വേണ്ട, ചെറിയ ചൂടോട് കൂടെ പൊടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. നമുക്ക് ആദ്യം ഇതുപോലൊരു ഡ്രൈ മസാലയും വേണം. അതുപോലെ തന്നെ ഇനി നമുക്ക് വേറൊരു മസാല കൂടി ഇതിലേക്ക് റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ട് ഞാനിതുപോലെ ഒരു ബൗളിലേക്ക്, നമ്മൾ മസാല കൂട്ടാനുള്ള ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറുനാരങ്ങ നീരാണ്. 2 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീര് ഞാൻ അരിച്ചിട്ട് എടുക്കുന്നുണ്ട്. അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലൊരു പുളിയും അതുപോലെ നല്ല സ്പൈസിയും ആയിട്ടുള്ളൊരു ഗ്രിൽഡ് ചിക്കനാണ് കേട്ടോ. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് തൈര്, അധികം പുളി ഇല്ലാത്തൊരു തൈര് 3 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്. നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചേർക്കുന്നത്. നോർമൽ മുളക് പൊടി ചേർക്കേണ്ട കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ നല്ല എരിവായിരിക്കും. അപ്പോൾ 1 ടീസ്പൂൺ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കുന്നത് നമുക്ക് കളറൊന്നും ആവശ്യമില്ലല്ലോ, അപ്പോൾ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് അടുത്ത മസാല റെഡിയാക്കി എടുക്കാം. സെയിം ജാറിൽ തന്നെ ഞാൻ ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. പകുതി മതി കേട്ടോ, അതിൽ കൂടി പോകരുത്. പിന്നെ ഒരു തക്കാളി, ചെറിയൊരു തക്കാളിയുടെ പകുതി അതും എടുത്തിട്ട്, അതും പകുതി മതി, അതും കൂടി പോകരുത്. പിന്നെ ഇതിലേക്കൊരു 8 അല്ലി വെളുത്തുള്ളി കേട്ടോ. വലിയ സൈസിലുള്ള 8 അല്ലി വെളുത്തുള്ളി, ഞാൻ ചെറുതാണെന്നെങ്കിൽ ഒരു 8-10 വരെ എടുക്കാം. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു ഇഞ്ചി കനത്തിലുള്ള നീളത്തിലുള്ള ഇഞ്ചി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിങ്ങനെ പീസായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഈ ഉള്ളിയിലും അതുപോലെ തന്നെ തക്കാളിയിലൊക്കെ ഉള്ള വെള്ളം തന്നെ ഇതിലേക്ക് ധാരാളമാണ്. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. പിന്നെ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് പുതിനയില ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണ് മല്ലിയില കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരുമ്പോഴാണ് ഇത് നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവറും ഒക്കെ വരുന്നത്. അങ്ങനെ അത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മാഗി ക്യൂബ്, ചിക്കൻ മാഗി ക്യൂബ്. അത് ഒരെണ്ണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല, പക്ഷേ ഇത് ചേർത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ ഒന്നുകൂടെ ടേസ്റ്റ് കൂടെ ഉള്ളൂ. അപ്പോൾ അത് ഒരു ക്യൂബ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാല, ഗ്രീൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള മസാലയിലേക്ക് ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഒലീവ് ഓയിൽ ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഒലീവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒലീവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യരുത്. വെളിച്ചെണ്ണയ്ക്ക് യൂസ് ചെയ്താൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഉപ്പ് കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ചിക്കൻ എല്ലാം ഇതിലിട്ടിട്ട് പിന്നെ ചിക്കനിൽ വെള്ളം ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണേ. നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ചിക്കൻ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു ചുരുങ്ങിയത് 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിപ്പോൾ ഇതൊരു 6 മണിക്കൂർ വെക്കുന്നുണ്ട് കേട്ടോ. 6 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് ഗ്രിൽ ചെയ്തിട്ട് എടുക്കുന്നത്. നമ്മൾ ഓവണിലും ചെയ്യുന്നുണ്ട്. പാനിൽ ഓവൺ ഇല്ലാത്തവർക്ക് പാനിൽ ചെയ്തിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ. ഗ്രിൽ ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ടിത് ഫ്രിഡ്ജിലാണ് ഞാൻ 4 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വയ്ക്കുന്നത്. ഇത് ഞാനൊരു ക്ലിങ് ഫിലിം വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്തിടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിഡ് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അപ്പോൾ അതങ്ങനെ റെസ്റ്റ് ചെയ്യാം. ഇത് എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നാലേ അതിൻ്റെ മസാലയ്ക്ക് പിടിച്ചിട്ട് അൽഫാമിന് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോസ് റെഡിയാക്കി എടുക്കണം. ആ സോസാണ് കേട്ടോ ഈ ഒരു അൽഫാം ഗ്രിൽഡ് ചിക്കനെ നമുക്ക് സ്പെഷ്യൽ ആക്കുന്നത്. അപ്പോൾ ആ ഒരു സോസ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ടിത് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. അപ്പോൾ ഞാനിവിടെ 5-6 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് എടുത്തിട്ട്, അപ്പോൾ 6 ടീസ്പൂണാട്ടോ ചില്ലി ഫ്ലേക്സ് ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ടൊമാറ്റോ സോസ് ഒന്ന് അതിലിട്ടിട്ടൊന്ന് ഇങ്ങനെ ആ ഓയിലേക്ക് ഇടുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക, മേലേക്കൊന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അതിലേക്ക് 6 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണാണ്, നല്ല എരിവ് കൂടി പോകട്ടോ, ടേബിൾ സ്പൂണായി മാറിപ്പോയാൽ. അപ്പോൾ 6 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 3/4 ടീസ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത് നല്ലൊരു സ്പൈസി ആയിട്ട് വരുന്നത് നമുക്ക്. പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ചെറുനാരങ്ങയുടെ നീര് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവും പുളിയും ഒക്കെ കൂടിയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കൂടി ഒരു നല്ലൊരു കളർ കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഈ ഒരു സോസിലേക്ക് ആവശ്യമായിട്ടുള്ള വളരെ കുറച്ച് മാത്രം ഉപ്പ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് അൽഫാം റെഡിയാക്കിയിട്ട് ലാസ്റ്റ് വേണ്ടിയിട്ടുള്ളൊരു സോസാണിത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇനി അത് ഗ്രില്ല് ചെയ്തിട്ട് എടുക്കണം. നോർമലായിട്ട് ഇതില്ലാതെ ഓവണൊന്നും ഇല്ലാത്തവർക്ക് എങ്ങനെ ഗ്രില്ല് ചെയ്യാമെന്നും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ചിക്കന് ഒരു 6 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടോ, നമ്മൾ ഒട്ടും വെള്ളമില്ലാതെ ചെയ്തിട്ട് തന്നെ കുറച്ചൊക്കെ വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രിൽ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ പാനിൽ എങ്ങനെ ചെയ്യുന്നതെന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യം പാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ കേട്ടോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതൊന്ന് ചൂടാക്കി എടുത്ത ശേഷം ഓയിലും പാനൊക്കെ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുമ്പോൾ ചൂടുണ്ടായിക്കോട്ടെ. പിന്നെ നമുക്കത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണ്ട ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിങ്ങനെ സാവധാനം കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഓവൺ ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. എനിക്ക് പേഴ്സണലി ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഓവണിലാണ്. പിന്നെ ഓവൺ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമുക്കിങ്ങനെ വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചു ഇട്ടിട്ടൊക്കെ ഇങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ OTG ഓവണൊന്നുമല്ല, OTG ഓവണിലായിരിക്കും ഒന്നുകൂടെ കൂടുതൽ സ്പേസും കുറേ വെക്കാനൊക്കെ പറ്റുക. അപ്പോൾ എൻ്റെ കയ്യിൽ കൺവെൻഷൻ ഓവനാണ് ഉള്ളത്. അതിലെ ഗ്രിൽ ഓപ്ഷനിലാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ ഗ്രിൽ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു വയർ റാക്കിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള ചിക്കനൊക്കെ ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മന്തി റൈസിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കുബൂസിൻ്റെ കൂടെ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെ ഒക്കെ ഇത് കഴിക്കാം കേട്ടോ, ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുത്താൽ. അപ്പോൾ ഇത് മറക്കരുത്, ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത്, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. ലോ ഫ്ലെയിമിലാക്കി എടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ഇത് കട്ടിയുള്ള ഇതല്ലേ, പീസസ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഉൾഭാഗം ഒന്നും കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക.
എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ ഓവൺ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഗ്രിൽ ഓപ്ഷനിലാണ് ഇത് ചെയ്തിട്ട് എടുക്കുന്നത്. OTG ഓവണിൻ്റെ കാര്യം എനിക്കറിയില്ല കേട്ടോ, ഞാൻ എൻ്റെ കയ്യിൽ OTG ഇല്ല. അപ്പോൾ ഞാൻ ഇതിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 40 മിനിറ്റ് ആദ്യം വെച്ചു, പിന്നെ ഒരു 5 മിനിറ്റ് കൂടെ വെക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 45 മിനിറ്റാണ് എനിക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ തുറന്ന് നോക്കിയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ ഓയിൽ എക്സ്ട്രാ വേറെ ഓയിലൊന്നല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്രഷ് വെച്ചിട്ട്. അങ്ങനെ ഒരു 3 തവണ ഓയിൽ ഞാൻ തുറന്നിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാനിൽ ചെയ്തെടുത്തില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒരു പപ്പടക്കോലോ എന്തെങ്കിലും വെച്ച് കുത്തി നോക്കുമ്പോൾ ഉള്ളിലേക്ക് നല്ല സോഫ്റ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് കുക്കായിട്ടുണ്ട്. പിന്നെ അത് കുക്കായതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് നമുക്കൊരു മിനിറ്റ് അല്ലെങ്കിൽ ഏകദേശം ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഇതിങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഓവണിൽ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് മുകൾ ഭാഗം ആയതിനു ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് ഇത് 45 മിനിറ്റൊക്കെ ആയതിനു ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാൻ നമ്മുടെ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോസ് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ മുകളിൽ എല്ലാത്തിൻ്റെ മുകളിലിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു മിനിറ്റ് ഒന്ന് ഗ്രില്ല് ചെയ്ത്, 1 മിനിറ്റ് മതി, അതിൽ കൂടുതൽ വേണ്ട, 1 മിനിറ്റ് കൂടെ ഒന്ന് ഗ്രില്ല് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ 1 മിനിറ്റ് അതും ഗ്രില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം പുറത്തേക്ക് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനുശേഷം ഒരു ഇതും കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. ഒരു അൽഫാമിൻ്റെ ആ ഒരു സ്മെല്ല് ഫ്ലേവർ വരണമല്ലോ, അതിന് വേണ്ടിയിട്ട് ചാർക്കോൾ വെച്ചിട്ട് ചാർക്കോൾ കത്തിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് പുറത്തേക്ക് എടുക്കട്ടെ. അപ്പോൾ അത് നേരത്തെ ചെയ്തിട്ടില്ല, പാനിൽ ചെയ്തിട്ടില്ല അൽഫാമാണത്. അപ്പോൾ ബാക്കിയുള്ളത് ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിന് സെൻട്രലായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ചാർക്കോൾ ഇട്ട് കൊടുക്കാം. ചാർക്കോൾ ചൂടാക്കിയതിന് ശേഷമാണ്. എന്നിട്ട് കുറച്ചൊരു 2-3-4 ഡ്രോപ്പ് ഓയിൽ വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഇത് പുക പോകുന്നതിന് മുമ്പായിട്ട് അടച്ചു വെക്കുക. ഹോളൊക്കെ ഉള്ളതാണെങ്കിൽ അതൊക്കെ അടച്ചു വെച്ചിട്ടുള്ള പാത്രമായിരിക്കണം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് വെക്കാം. 5 മിനിറ്റ് ശേഷം നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഫ്ലേവറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ആ ചാർക്കോളിൻ്റെയൊക്കെ ഫ്ലേവറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ഈ ഒരു സോസാണ് കേട്ടോ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ. നല്ല ടേസ്റ്റും ആയിട്ടുള്ളൊരു അൽഫാം ആണിത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് എടുത്ത് വെക്കട്ടെ. പിന്നെ ഇതിലേക്ക് നമുക്ക് മയോണൈസും അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പൊക്കെ വെച്ചിട്ട് കഴിക്കാം. കുബൂസിൻ്റെ കൂടെയും മന്തിയുടെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ ബെസ്റ്റാണ് കേട്ടോ. ഇനി ഞാനിതൊന്ന് പിച്ചിയിട്ട് കാണിച്ചു തരാം, ഇത് എത്രത്തോളം സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നതെന്ന്. ഞാനിങ്ങനെ ഒന്ന് എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെ. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവും തന്നെയാണ് വിചാരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഫേസ്ബുക്ക് പേജ് റിമാമി കിച്ചൻ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് റിമാമി ബേക്സ് എന്നാണ്, അത് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്